Hello friends, welcome back to Technique in Malayalam. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് OnePlus Nord CE4ന്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ്. അപ്പോൾ ഒരുപാട് പേര് ഇൻട്രസ്റ്റഡ് ആയ ഒരു ഡിവൈസ് ആണ് OnePlus Nord CE4 5G. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ പ്രൈസിങ് നല്ലതാണ്. അതിനൊപ്പം തന്നെ OnePlus Nord CE3 ആയിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു അപ്ഗ്രേഡ് ആണ് വന്നിരിക്കുന്നത്. എന്നാൽ പ്രൈസും കുറഞ്ഞിട്ടുണ്ട്. 24,999 രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ നോഡ് CE3 ആയിട്ട് നോക്കുമ്പോൾ പ്രൈസും കുറഞ്ഞിട്ടുണ്ട്, എന്നാൽ അപ്ഗ്രേഡും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു മിഡ് റേഞ്ച് ഡിവൈസ് ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ എല്ലാ ഹാർഡ്വെയർ ഉള്ള ഒരു ഡിവൈസാണ് OnePlus Nord CE4. പക്ഷേ ഈ ഡിവൈസ് എത്രത്തോളം നല്ലതാണ്, ഇതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഇതിന്റെ നല്ല ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് OnePlus Nord CE4ന്റെ ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ ഡീറ്റെയിൽ റിവ്യൂവിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് OnePlus Nord CE4 5Gന്റെ ഡീറ്റെയിൽ ആസ്പെക്ട്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിന്റെ ഡിസൈൻ. അപ്പോൾ OnePlus ഈ ഡിവൈസ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ഡിസൈനിനെ കുറിച്ച് ഒരുപാട് ട്വീറ്റ്സും പ്രൊമോഷൻസ് ഒക്കെ ചെയ്തായിരുന്നു. ഇതിന്റെ ബാക്ക് പാനൽ ഡിസൈൻ കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഈ ഗ്രീൻ കളർ പ്രത്യേകിച്ച് ഒരു മാർബിളിന്റെ ഒക്കെ ഫിനിഷ് പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഗ്ലാസ് ഫിനിഷ് ഒന്നും അല്ല, പ്ലാസ്റ്റിക് ആണ്, എന്നാലും കുറച്ചൊരു ഗ്ലാസ് ഫിനിഷും നമ്മൾ മാർബിളൊക്കെ കാണുന്ന പോലെയാണ് ഇതിന്റെ ഒരു ഫിനിഷ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പീരിമെന്റൽ കളർ എന്നുള്ളതിലേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലാസിന്റെ ബാക്കിൽ ഒരു പാറ്റേണും അതേപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്നാൽ ഈ ക്യാമറ യൂണിറ്റ് അത്രയ്ക്ക് ഒരു സിമെട്രിക്കൽ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ OnePlusന്റെ ലോഗോയും കാണാം. അപ്പോൾ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് കുഴപ്പമില്ല, ഒരു റിഫ്രഷിംഗ് ചേഞ്ച് ഉണ്ട്, എസ്പെഷ്യലി കളേഴ്സിൽ. പിന്നെ ഒരു ഗ്രേ കളറാണ്, അത് സ്റ്റാൻഡേർഡ് കളറാണ്. ഇതാണ് ഒരു മാർബിൾ ഫിനിഷ് ഗ്രീൻ എന്ന് പറയാവുന്നത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു OnePlus കുറച്ചൊരു വ്യത്യസ്തത വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ സക്സസ്ഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, LED ഫ്ലാഷും നേരെ സ്ട്രേറ്റ് വെർട്ടിക്കൽ ലൈനിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ താഴത്ത് നമുക്ക് USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റും ഡ്യുവൽ സിം കാർഡാണ്, മൈക്രോ SD കാർഡ് സപ്പോർട്ട് ഉണ്ട്, ഹൈബ്രിഡ് ആണ്. പിന്നെ വോളിയം കീസും അതേപോലെ പവർ ബട്ടനുമാണ് വരുന്നത്. മുകളിൽ IR ബ്ലാസ്റ്റർ ഉണ്ട്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഡിസൈൻ ലാംഗ്വേജ് കുഴപ്പമില്ല. പിന്നെ ഡിസ്പ്ലേന്റെ കാര്യം പറയുമ്പോൾ നല്ലൊരു ഡിസൈനാണ് ഫ്രണ്ട് പാനലിൽ കൊടുത്തിരിക്കുന്നത്, പഞ്ച് ഹോൾ സെൽഫി ക്യാമറ. അപ്പോൾ ഓവറോൾ ബെസൽ ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നല്ലൊരു ക്വാളിറ്റി ഡിസൈൻ. പിന്നെ 186 grams വെയിറ്റ് ഉള്ളൂ, അതേപോലെ തന്നെ 8.4 mm ഉള്ളൂ. അപ്പോൾ ഒരു വെയിറ്റ് ബാലൻസ് കൊണ്ട് പറയാം. ലാർജ് 6.7 inches ഡിസ്പ്ലേ ആണെങ്കിൽ പോലും നല്ലൊരു വെയിറ്റ് ബാലൻസ് ഉണ്ട്. അതേപോലെ വളരെ ഹെവിയോ അങ്ങനത്തെ ഒരു പ്രോബ്ലമാറ്റിക് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. കാരണം എന്താ വെച്ചാൽ ബാറ്ററി കപ്പാസിറ്റി ഇൻക്രീസ് ആയിട്ട് ഇപ്പോൾ സ്വാഭാവികമായി വെയിറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടതാണ്. എന്നാൽ അത് അത്രയ്ക്ക് ഒരു ഇമ്പാക്ട് വരുത്തിയിട്ടില്ല എന്ന് പറയാം. 186 grams ആണ് ഒരു നോർമൽ ഡിവൈസിന്റെ വെയിറ്റ് ഒക്കെ തന്നെയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു OnePlusന്റെ ഡിസൈൻ ലാംഗ്വേജ് നല്ലതാണ്, പ്രത്യേകിച്ച് ഗ്രീൻ കളർ. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണ്, ഓരോ സ്മാർട്ട് ഫോണിന്റെയും മികച്ച ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, പ്രോസ് ആൻഡ് കോൺസ് എല്ലാം തന്നെ പരിചയപ്പെടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യുബിൾ പൈസ സേവ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അപ്പോൾ നമ്മുടെ ഷോർട്ട് ടേം ഗോൾസ് ആണെങ്കിലും ലോങ് ടേം ഗോൾസ് ആണെങ്കിലും എല്ലാം തന്നെ പ്ലാൻ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സ്റ്റോക്കും ട്രേഡിങ്ങും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ഓപ്ഷനാണ് M-Stock. അപ്പോൾ M-Stock എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ബ്രോക്കറാണ്. അവർ വൈഡ് റേഞ്ച് ഓഫ് ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ട്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. സ്റ്റോക്സ് ഉണ്ട്, ഫ്യൂച്ചേഴ്സ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, കറൻസി മാർക്കറ്റ്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, IPO ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ M-Stockന് 0 ബ്രോക്കറേജ് ആണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത. അതിനകത്ത് നിങ്ങൾ ഒരു ബ്രോക്കറേജും പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രേഡ്സ് ആണെങ്കിലും ഇൻവെസ്റ്റ്മെന്റ്സ് ആണെങ്കിലും എല്ലാത്തിലും തന്നെ 0 ബ്രോക്കറേജ് ആണ്. അതർ പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രത്യേക ഫീച്ചർ തന്നെയാണ്, ഡെഫിനറ്റ്ലി പറയാം. പിന്നെ നിങ്ങൾക്കൊരു ഡിമാറ്റ് അക്കൗണ്ടോ ട്രേഡിംഗ് അക്കൗണ്ടോ തുറക്കണമെങ്കിൽ നിങ്ങൾക്ക് അവർ 999 പ്ലാൻ, അതായത് 999 രൂപയുടെ പ്ലാൻ എടുക്കുക. ആ പ്ലാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കംപ്ലീറ്റ്ലി ഏത് സെഗ്മെന്റ് എടുത്താലും കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. അഡീഷണലി നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷണൽ AMC എടുക്കാം. ആ ഒരു ഓപ്ഷണൽ AMC എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആനുവൽ മെയിൻ്റെനൻസ് ചാർജും ലൈഫ് ടൈമിലേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഓപ്ഷണൽ AMC നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ എടുക്കാവുന്നതാണ്. പിന്നെ M-Stockന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് ബ്രോക്കറേജ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വളരെ നല്ല സ്മാർട്ടായിട്ട് നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാവുന്നതാണ്. അതേപോലെ ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് M-Stocks പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. M-Stockന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ 1 ക്ലിക്കിലൂടെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അതിനൊപ്പം തന്നെ 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ആപ്പാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് നിങ്ങളുടെ ഫൈനാൻസ് നീഡ്സിനെല്ലാം തന്നെ M-Stock പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ M-Stock കഴിഞ്ഞ ഒരു വർഷത്തിന് 8.5 ലക്ഷം ക്ലയൻസിനാണ് അവരെ ബ്രോക്കറേജ് സേവ്
സേവ് ചെയ്യാൻ സാധിച്ചത്. അത് എത്രയാണെന്നറിയോ? 145 കോടി രൂപയുടെ ബ്രോക്കറേജ് ആണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റോക്സ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് എം സ്റ്റോക്ക്. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പോയി വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് നമുക്ക് തിരിച്ച് ഡിവൈസിലേക്ക് വരാം. അടുത്ത നമ്മൾ ഡിവൈസിന്റെ ഡിസ്പ്ലേ ആണ് നോക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. sRGB വാല്യൂ ഉണ്ട്. DCI-P3 കളർ ഗാമറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല റിച്ച് ആൻഡ് വിവിഡ് ടോൺസ് ആണ് വരുന്നത്. അപ്പോൾ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ടച്ച് റെസ്പോൺസിന്റെ കാര്യമാണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ വൈഡ് L1 സപ്പോർട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സും അങ്ങനത്തെ OTT പ്ലാറ്റ്ഫോംസിലൊക്കെ ഒരു ഇഷ്യൂസും ഇല്ലാണ്ട് മൂവീസ് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ഡെഫിനറ്റ്ലി പറയാം. പിന്നെ ഡിസ്പ്ലേ ബെസൽസ് ആണെങ്കിൽ വളരെ മിനിമൽ ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഡിസ്പ്ലേ ക്വാളിറ്റി ഡെഫിനറ്റ്ലി നല്ലതാണ്. ഇഷ്യൂസോ പ്രോബ്ലംസോ ഒന്നും തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഡിസൈനും ഡിസ്പ്ലേയും കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്കറിയാം OnePlusന്റെ OxygenOS ആണ്. OxygenOS 14 ആണ് ഇതിനകത്ത് വരുന്നത്. Android 14 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. ഇനി അപ്ഡേറ്റ് സൈക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ചസും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഉണ്ട്. 2 വർഷം കൂടി ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടും. അതിലും ഒരു പ്രോബ്ലം ഇല്ല. ഇനി സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ആൻഡ്രോയിഡ് 14 കൂടി വന്ന OnePlusന്റെ OxygenOS 14 ഒരുപാട് ചേഞ്ചസ് തന്നെ. കാരണം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ, അതേപോലെ കട്ട്ഔട്ട്, സ്മാർട്ട് കട്ട്ഔട്ട് ഫീച്ചർ, AI ഇറേസർ, അതേപോലെ തന്നെ ഫയൽ ഡോക്ക്, അങ്ങനത്തെ ഒരുപാട് ഫംഗ്ഷനാലിറ്റി വന്നായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. അപ്പോൾ ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും വളരെ നല്ലതാണ്. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ലാഗ്സോ ഇഷ്യൂസോ അങ്ങനത്തെ ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. അതിനൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് നല്ല കുറേ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ OxygenOSൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. പിന്നെ ബ്ലോട്ട്വേസിന്റെ സീനാണെങ്കിൽ ബ്ലോട്ട്വേസ് ഒന്നും തന്നെ കാര്യമായിട്ടില്ല. 1-2 നെറ്റ്ഫ്ലിക്സോ അങ്ങനത്തെ 1-2 ആപ്സ് മാത്രമേ ഉള്ളൂ. വേറെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് അങ്ങനത്തെ ഒന്നും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു UI എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഓവറോൾ എനിക്ക് പറയാനുള്ളത് സാറ്റിസ്ഫാക്ടറി ആണ്. കാര്യമായ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ഇനി പ്രോസസ്സറും പെർഫോമൻസും. അപ്പോൾ ഇവിടെയാണ് OnePlus Nord CE3 ആയിട്ട് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അപ്ഗ്രേഡ് ഉള്ളത്, ആദ്യത്തെ അപ്ഗ്രേഡ് എന്ന് പറയാവുന്നത്, അല്ലെങ്കിൽ പ്രോബ്ലി ഒരു നല്ല അപ്ഗ്രേഡ് എന്ന് പറയാവുന്നത് സ്നാപ്ഡ്രാഗൺ 7 Gen 3. അപ്പോൾ സ്നാപ്ഡ്രാഗൺ 782G ഒക്ടോകോ പ്രോസസ്സറിന്റെ ആൻഡ്രോയിഡ് സ്കോർ അറൌണ്ട് 6 lakh ആ റേഞ്ച് ആയിരുന്നു. 6.5 lakh ഒക്കെ ആയിരുന്നു ആ റേഞ്ചിലാണ് വന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഓൾമോസ്റ്റ് 8 lakh പ്ലസ് ആണ് ആൻഡ്രോയിഡ് സ്കോർ. അപ്പോൾ പെർഫോമൻസിൽ ഡെഫിനറ്റ്ലി ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇതിപ്പോൾ സിന്തറ്റിക് ബെഞ്ച് മാർക്ക് മാത്രമല്ല, എന്നാൽ ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ് നോക്കുമ്പോഴും നമുക്കൊരു ഡെഫിനറ്റ്ലി ഇംപ്രൂവ്മെന്റ് കാണാൻ സാധിക്കും. ഗെയിമിംഗ് ആണെങ്കിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് നല്ല അൾട്രാ ഓപ്ഷൻസ് ഒക്കെ, നമ്മൾ BGMI ഒക്കെ കളിക്കുകയാണെങ്കിൽ നല്ല ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഗെയിമിംഗ് ആണെങ്കിൽ, ഈവൻ ഗെയിം കളിച്ചിട്ട് നമ്മൾ ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റ് ഒക്കെ നടത്തിയപ്പോഴും ഗെയിം കളിച്ചപ്പോഴൊന്നും ടെമ്പറേച്ചർ അറൌണ്ട് 40-41 ഡിഗ്രീസേ പോയുള്ളൂ. അതിനപ്പുറം തന്നെ പോയിട്ടില്ല. അപ്പോൾ ഓവറോൾ എക്സ്പീരിയൻസ് പറയാ വെച്ചാൽ നല്ലതാണ്. പെർഫോമൻസ് സോളിഡ് പെർഫോമൻസ് ആണ്. ഇപ്പോൾ പെർഫോമൻസ് പറഞ്ഞാൽ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഡേ ടു ഡേ യൂസേജിലൊന്നും ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ നല്ലൊരു സോളിഡ് എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് LPDDR4X റാമും UFS 3.1 സ്റ്റോറേജും ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു റീഡ് റൈറ്റ് സ്പീഡും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഡോൾബി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് അത്യാവശ്യം ലൗഡാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റീരിയോ സ്പീക്കറിന്റെ ഔട്ട്പുട്ട് നോക്കാം. ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് സ്കാനർ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. അതും വളരെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ടിപ്പിക്കൽ നമ്മൾ ഈ പ്രൈസ് സെഗ്മെന്റിൽ കിട്ടാവുന്ന ഏതൊരു ഫിംഗർ പ്രിന്റ് സ്കാനറിലും വരുന്നത് അതേ എക്സ്പീരിയൻസ് തന്നെയാണ്. ഫാസ്റ്റ് ആണ്, ആക്യുറേറ്റും ആണ് അൺലോക്ക് ചെയ്യാൻ. ഇതിനകത്ത് 4G LTE 5Gയും സപ്പോർട്ടഡ് ആണ്. അതേപോലെ തന്നെ നമുക്ക് എയർടെലും ജിയോ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട ഇതിനകത്ത് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. കോൾ ക്വാളിറ്റി നല്ലതാണ്. സിഗ്നൽ സ്ട്രെങ്ത്തും ഇഷ്യൂസും ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ അതും നല്ലൊരു ക്വാളിറ്റി ആസ്പെക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. ഇനി ഇതിനകത്ത് ക്യാമറ, അതിലാണ് നമുക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ക്യാമറ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ കാണാവുന്നതാണ്. അപ്പോൾ ക്യാമറയുടെ കാര്യം പറയുമ്പോൾ 50 MP സോണി ലൈറ്റ് സെൻസറാണ്. അതിനൊപ്പം തന്നെ ഒരു 8 MP അൾട്രാ വൈഡും ഒരു 16 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി സോണി 890 ലൈറ്റ് 600ലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലി ഒരു ചെറിയ ഡൗൺ ഗ്രേഡ് ഉണ്ടെന്ന് പറയാം. കാരണം അത് 8 സീരീസ് ആണ്, ഇവിടെ 6 സീരീസ് ആണ്. എന്നാൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പുതിയ സെൻസർ സീരീസ് ആണ് സോണീൻ്റെ. അതിൽ 600 സീരീസ്, അതിലും 500, 600, 700, 800, 900
700 അങ്ങനെ എല്ലാം ഉണ്ട്. അവിടെ 800 സീരീസ് ഉണ്ട്, ഇവിടെ നമുക്ക് 600 സീരീസിലാണ് വന്നിരിക്കുന്നത്. 50 മെഗാ പിക്സൽ ക്യാമറയാണ്. അപ്പോൾ ഡീറ്റെയിൽസ് കുഴപ്പമില്ല, നല്ല ഡീറ്റെയിൽസ് ആണ്. പ്രത്യേകിച്ച് കളേഴ്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നാച്ചുറൽ ടോൺസ് ആണ്, ഓവർ സാച്ചുറേഷൻ ഇഷ്യൂസോ അങ്ങനത്തെ ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം നല്ല ഡീറ്റെയിൽഡ് ആണ്, ഡൈനാമിക് റേഞ്ച് നല്ലതാണ്, ഓവറോൾ കളർ ക്വാളിറ്റി എന്താ പറയുക ഇമേജ് ക്വാളിറ്റി നല്ലതാണ്. പിന്നെ ക്ലോസപ്പ് ഇമേജസ് എടുത്താൽ പോലും നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ പോർട്രേറ്റ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്നാൽ കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ആ എഡ്ജ് ഡിറ്റക്ഷൻ അത്രയ്ക്കൊരു മികച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാൽ പോലും ഓവറോൾ ക്വാളിറ്റി നല്ലതാണ്. ലോ ലൈറ്റ് എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി. നോയ്സ് റിഡക്ഷനൊക്കെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിലും 16 മെഗാ പിക്സൽ ഏറെക്കുറെ എനിക്ക് പ്രോബ്ലി ഇഷ്ടപ്പെട്ട ഒരു സെൽഫി ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അഗെയിൻ സെൽഫീസ് പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. വീഡിയോ റെക്കോർഡിങ്ങിലാണ് എനിക്കൊരു പ്രോബ്ലി ഒരു പരാതിയുള്ളത്. 4K 30 FPS സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് അല്ല. 1080p 30 FPS 60 FPS മാത്രമേ സ്റ്റെബിലൈസേഷൻ ഉള്ളൂ. അപ്പോൾ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ കാണാൻ മറക്കരുത്. അതിലാണ് നമ്മളെല്ലാം വിശദമായിട്ട് പറയേണ്ടത്. അപ്പോൾ അത് പോയി കാണാം. അപ്പോൾ ക്യാമറ റിവ്യൂവിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് ആണ്, നല്ല ഒരു ക്വാളിറ്റി ക്യാമറയാണെന്ന് പറയാം. എന്നാൽ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സും ആവശ്യമുണ്ട്. ഇനി ബാറ്ററിയിലോട്ട് പോകാം. നമുക്ക് 5500 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതിനൊപ്പം തന്നെ 100 വാട്ട് ചാർജിങ് ആണ്. ആദ്യമായിട്ടാണ് നോഡിൽ 100 വാട്ട് ചാർജിങ് വരുന്നത്. അപ്പോൾ അത് വളരെ ഫാസ്റ്റ് ആണ്. ഞാൻ ചാർജിങ് ടെസ്റ്റ് ചെയ്തായിരുന്നു, വെറും 30 മിനിറ്റിലാണ് 5500 mAh കപ്പാസിറ്റി ബാറ്ററി കംപ്ലീറ്റ് ആയി ചാർജ് ആയത്. അത്രയും ഫാസ്റ്റ് ചാർജിങ് ആണെന്ന് പറയാം. അപ്പോൾ ബാറ്ററി പെർഫോമൻസും വളരെ മികച്ചതായിട്ട് എനിക്ക് തോന്നി. ബാറ്ററി ഡ്രെയിൻ ടെസ്റ്റ് ഞാൻ ചെയ്തതിൽ എനിക്ക് 9 മണിക്കൂറും 50 മിനിറ്റുമാണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടിയത്. 9 hours 50 minutes ആണ് സ്ക്രീൻ ഓൺ ടൈം കിട്ടിയത്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് മനസ്സിലാവും എത്രത്തോളം നല്ലതാണ് ഇതിന്റെ ബാറ്ററി ലൈഫ്. സോളിഡ് ബാറ്ററി ലൈഫ്, അല്ല ഒരു സംശയമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ 5500 mAh കപ്പാസിറ്റി, 100 വാട്ട് ചാർജിങ്, അടിപൊളി എക്സ്പീരിയൻസ്. അപ്പോൾ ഇതായിരുന്നു OnePlus Nord CE4ന്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ ഇതിന്റെ നല്ല ആസ്പെക്ട്സ്, ഇതിന്റെ ഡിസൈൻ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസൈനാണ്. ഡിസ്പ്ലേ നല്ലതാണ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നല്ലതാണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല സോളിഡ് പെർഫോമൻസും ആണ് വരുന്നത്. പിന്നെ ക്യാമറാസ് ആണെങ്കിലും കുഴപ്പമില്ല, ബാറ്ററി ലൈഫും ചാർജിങ്ങും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇതിന്റെ പോരായ്മകൾ എന്ന് പറഞ്ഞാൽ 4K 30 FPS സ്റ്റെബിലൈസേഷൻ ഇല്ല. അതും കൂടെ കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. 25,000 രൂപേന്റെ സെഗ്മെന്റിൽ എനിക്ക് തോന്നുന്നു അതും കൂടെ കൊടുക്കാമായിരുന്നു. പ്രോബ്ലി EIS ആഡ് ചെയ്താൽ മതിയായിരുന്നു. പിന്നെ പോർട്രേറ്റ്സ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ബാക്കി ഏറെക്കുറെ എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വലിയ പ്രോബ്ലം ഒന്നും എനിക്ക് തോന്നിയില്ല. എന്താ പറയുക, നല്ലൊരു സോളിഡ് പെർഫോമർ കൂടിയാണ്. അതിനൊപ്പം തന്നെ ഇതിനകത്ത് IP54 റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ IP68 ഒന്നും ഇല്ല, എന്നാലും ഏറെക്കുറെ നമുക്ക് സ്പ്ലാഷ് റെസിസ്റ്റന്റ് കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സോളിഡ് മിഡ് റേഞ്ച് ഡിവൈസ് ആണെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ OnePlus Nord CE4ന്റെ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ 24,999 രൂപയും 26,999 രൂപയാണ്. 2 വേരിയന്റ് ആണ്, 8,128, 8,256 ആണ്. അപ്പോൾ കളേഴ്സ്, ഈ കളറാണ് എനിക്ക് എൻ്റെ പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു ഗ്രേ കളറും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓവറോൾ ഒരു മിഡ് റേഞ്ച് ഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അതായത് 25,000 റുപ്പീസിന് നല്ലൊരു മിഡ് റേഞ്ച് ഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, ഓവറോൾ എക്സ്പീരിയൻസ് നല്ലതാണ്, ഒരു ഫോൺ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷനാണ് OnePlus Nord CE4. ചെറിയ കുറേ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും ഏറെക്കുറെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് തരുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയ M-Stockന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് പോയി കാണാൻ മറക്കരുത്. അതിനൊപ്പം തന്നെ നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റിലും അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും നിങ്ങൾ ഉടൻ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതായിരുന്നു OnePlus Nord CE4ന്റെ ഡീറ്റെയിൽ റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഡിവൈസിനെ കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. Have a great day. Investments in securities markets are subject to market risks. Read all the related documents carefully before investing.